നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ വലിയ ക്രമക്കേടുകളും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നിട്ട് ദിവസങ്ങളായിരിക്കുന്നു. സുരേഷ് ഗോപിക്ക് അതിനെക്കുറിച്ച് മിണ്ടാട്ടമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പാർട്ടി പുറത്തുവന്ന വിവരങ്ങളെക്കുറിച്ചല്ല, മറ്റെന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്, അദ്ദേഹത്തിന്റെ സുഹൃത്തിന്, സഹോദരന്, പാർട്ടിയിലെ നേതാക്കൾക്ക് ഒക്കെ വഴിവിട്ട മാർഗത്തിലൂടെ തൃശ്ശൂരിൽ എങ്ങനെ വോട്ടുണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരമൊന്നുമില്ല. 2 ID കാർഡുകൾ ഒന്നിലധികം ആളുകൾ ഹോൾഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിനെക്കുറിച്ച് മിണ്ടാട്ടമൊന്നുമില്ല. പക്ഷേ എല്ലാം ജനങ്ങളുടെ മുൻപിലുണ്ട്. വലിയ തോതിലുള്ള അട്ടിമറികൾ വോട്ടർ പട്ടികയിൽ നടത്തിക്കൊണ്ടുകൂടിയാണ് തൃശ്ശൂരിലെ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായത് എന്ന്. പരിശോധനയിൽ അതിൻ്റെ എല്ലാം ഗുണഭോക്താവ് BJP-യാണ്. LDF-നും UDF-നും അതിനെക്കുറിച്ച് പരാതിയുണ്ട്. BJP-ക്കാവട്ടെ അതേക്കുറിച്ച് ഒരു പരാതിയുമില്ല. എന്ന് വെച്ചാൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഗുണഭോക്താവിന് പരാതി ഉണ്ടായി കൂടല്ലോ. പക്ഷേ ജനം നോക്കി നിൽക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയോളം സമയമായി എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയാൻ, എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നറിയാൻ, എന്തെങ്കിലും തിരുത്തുണ്ടാകുമോ എന്നറിയാൻ. ഒന്നും സംഭവിക്കുന്നില്ല. മാധ്യമങ്ങളിൽ ദിനേന എന്നോണം വാർത്തകൾ വരുന്നുണ്ട്. മീഡിയ വൺ തന്നെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ വിവരങ്ങൾ വോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നു. വാർത്തകളാകുന്നു, അതിന്മേൽ പ്രതികരണങ്ങൾ വരുന്നു എന്നതൊഴിച്ചു നിർത്തിയാൽ മാതൃകാപരമായ നടപടികളും തിരുത്തുകളും ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള സ്റ്റെപ്സും ഉണ്ടാകുമോ എന്ന് നാം സാധാരണ നിലയ്ക്ക് പ്രതീക്ഷിക്കുമല്ലോ. അവയൊന്നും എവിടെ നിന്നും കാണുന്നില്ല. കമ്മീഷൻ ആകപ്പാടെ ഈ ആരോപണങ്ങളോടെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. BJP നേതാക്കൾ പലപ്പോഴും പലയിടത്തും നിഷേധിക്കുന്നു. ചിലയിടത്ത് ഞങ്ങൾ വോട്ട് ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ധാർഷ്ട്യം നിറഞ്ഞ ചോദ്യം ചോദിക്കുന്നു. ഇന്നിപ്പോൾ സർക്കാർ തന്നെയും പറയുന്നു 2 ID കാർഡുകൾ ഒരാൾ ഹോൾഡ് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്ന്. നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഇന്നിപ്പോൾ ഈ ചർച്ചയിലുള്ള VS സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ മാറ്റി നിർത്തിയാൽ ഈ ക്രിമിനൽ നടപടിയെന്ന് റവന്യൂ മന്ത്രി ഇന്നിപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്. അതിന്മേൽ സർക്കാരിന് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ്? വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 45 ദിവസത്തിനകം ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവത്തോടെ റേസ് ചെയ്യുന്നതിൽ, അതിനപ്പുറം പോയി കോടതിയിൽ പോകുന്നതിൽ ഈ പറയുന്ന പ്രതിപക്ഷത്തിന്, അവിടുത്തെ മത്സരിച്ച് പരാജയപ്പെട്ടവർക്ക് വീഴ്ച വല്ലതും പറ്റിയോ? അപ്പുറം കൂടി കടന്നാൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചുള്ള അവിശ്വാസം കൂട്ടുകയാണോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ എടുത്തുകൊണ്ടിരിക്കുന്ന മൗന വിപ്രതിപത്തി സമീപനവും? ഈ വിഷയം സംസാരിക്കുന്നു ഇന്നും സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഈ ചർച്ചയിൽ VS സുനിൽകുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്നു. ഷനിൽ അക്കര തൃശ്ശൂരിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് അഭിഭാഷകൻ, നിസാം സെയ്ദ് നിരീക്ഷകൻ എന്നിവരാണ് ഉള്ളത്. ആദ്യം VS സുനിൽകുമാർ, ഇന്നിപ്പോൾ റവന്യൂ മന്ത്രി പറയുന്നു 2 കാർഡുകൾ ആര് ഹോൾഡ് ചെയ്താലും അത് കുറ്റകരമാണ്, ക്രിമിനൽ കുറ്റമാണ് എന്നാണ്. പിന്നെയും നമ്മൾ കാണുന്നത് വലിയ തോതിലുള്ള ഫോർജറികളുടെ കഥയാണ്. അവിടെ വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി രേഖാപരമായ തട്ടിപ്പ് നടത്തിയതിൻ്റെ വിശദാംശം ഓരോ ദിവസവും പുറത്തു വരികയാണ്. ഞാൻ ചോദിക്കുന്നത്, ഗവൺമെൻറ്റിന് ഇതിലൊന്നും ചെയ്യാനില്ലേ? സുനിൽകുമാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ തട്ടിപ്പുകൾ, ഈ ഫോർജറി, ഈ ഡബിൾ ഐഡന്റിറ്റി കാർഡ്, ഇതിലൊന്നും സർക്കാരിന് നിയമ നടപടി എടുക്കാൻ കഴിയില്ലേ? പോലീസിനൊന്നും ചെയ്യാനില്ലേ എന്നായിരുന്നു എൻ്റെ ചോദ്യം. കേൾക്കുന്നില്ല. ഞാൻ വരാം. VS സുനിൽകുമാർ. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ഈ കാണുന്ന പ്രശ്നങ്ങളുടെ നിയമ നടപടിയുടെ സാധ്യതയാണ് ആദ്യം അറിയേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സ്വാഭാവികമായും ഇതിനുമെല്ലാം മറുപടി പറയുകയോ എന്തെങ്കിലും ഒരു ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടത്. അതിനപ്പുറം പോയാൽ ഇവിടെ ഈ വോട്ട് ചേർക്കൽ, പട്ടികയുടെ ഏകീകരണം പോലുള്ള കാര്യങ്ങളിൽ പണിയെടുത്തതിനകത്ത് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. ഒന്നാമത്തെ അത്. 2, ഈ ഫോർജറി, ഡബിൾ ഐഡന്റിറ്റി കാർഡ് പോലെയുള്ള പ്രഥമ ദൃഷ്ട്യാ കുറ്റമായി കാണുന്ന സംഗതികൾ, ഇതിനകത്തൊക്കെ ഏതൊക്കെ ഏജൻസികൾക്ക് ഇടപെടാൻ കഴിയും? ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ ഫോർജറി എന്ന വാക്കാണെങ്കിൽ നമ്മൾ 468, 467, 471 എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഇന്ത്യൻ പീനൽ കോഡിൽ, ഞാൻ പഴയ BNS അല്ല പറയുന്നത്, പഴയ ആക്റ്റാണ് പറയുന്നത്. അത് പ്രകാരം വ്യക്തമായി പോലീസിന് ഇടപെടാം. കാരണം ഒരു കൃത്രിമമായി രേഖ ചമക്കുകയാണ്. ഈ രേഖ ചമയ്ക്കുന്നത് ബോധപൂർവം കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയാണല്ലോ.
അപ്പോൾ ഒരു ക്രിമിനൽ ഇൻറ്റൻഷനോട് കൂടി കൃത്രിമമായി രേഖ ചമയ്ക്കുന്നത് 467, 468, 471 എന്നുള്ള ഈ സെക്ഷൻ്റെ പേരിൽ കൃത്യമായിട്ട് വരുന്നതാണ്. അതിൽ നമ്മളുടെ പ്രത്യേകമായിട്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ അതിൻ്റെ റൂൾസിൽ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കൂടി ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. 467 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഷം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. അതും ഇതുപോലുള്ള ചതിപ്രയോഗങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റം തന്നെയാണ്. പോലീസിന് ഇതുമായിട്ട് നടപടിയെടുക്കാം. ഈ കാര്യങ്ങൾ ജുഡീഷ്യൽ ഈ പറയുന്ന ബന്ധപ്പെട്ട പോളിംഗ് ഓഫീസേഴ്സിൻ്റെ മുമ്പിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇയാളെ വോട്ട് ചെയ്യാതെ തിരിച്ചയക്കാം, ഇയാളെ പോലീസിലേക്ക് റെഫർ ചെയ്യാം. ഇതുപോലുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിയമപ്രകാരം, ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റമാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ഇത്രയും മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ നാട്ടിൽ അറിയപ്പെടുന്ന ആളുകളെല്ലാം ഒന്നിൽ കൂടുതൽ തെറ്റായിട്ടുള്ള തിരിച്ചറിയൽ രേഖ അതുപോലെ വോട്ടേഴ്സ് കാർഡെല്ലാം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് കോടതിയിൽ തെളിയിക്കുന്ന പക്ഷം വളരെ സീരിയസ് ആയിട്ടുള്ള നിയമ പ്രശ്നങ്ങളിലാണ് ചെന്നുപെടുക. അവർ ജയിലിലേക്ക് പോടി വരുന്നൊരു അവസ്ഥയുണ്ടാകും. ഇത് കൺസേൺ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടത്. അവർ അത് അന്വേഷിച്ച് ഇത് എവിടുന്ന് ആരുണ്ടാക്കി, ഇതിൽ ആരെല്ലാം ഗൂഢാലോചന നടത്തി, ഇതിൻ്റെ ഉപയോക്താക്കൾ ആരൊക്കെയായിരുന്നു, ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് അത് ബന്ധപ്പെട്ട കോടതിയിൽ അതിനാവശ്യമായ കുറ്റപത്രം സമർപ്പിച്ച് ഇവരെ ശിക്ഷിക്കാൻ ആവശ്യമുള്ള നടപടി എടുക്കേണ്ടത്. അല്ല, പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട ഒന്നാണല്ലോ ശ്രീ ദീപക് പ്രകാശ്. അതിനകത്ത് സർക്കാരിനും പോലീസിനും വളരെ സമയമെടുത്തുള്ള ഒരു നിയമ പരിശോധന, ഒരു അഡ്വൈസ് തേടൽ ആവശ്യമുള്ള ഒരു സംഗതിയാണോ, അതോ വേഗത്തിൽ സർക്കാരിന് ഇതിലേക്ക് ഇൻ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ? അല്ല, ഇതിൽ നമ്മൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കേണ്ട കാര്യം പോലും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ABCD ആരെങ്കിലും ഒരാൾ ഒരു കൃത്രിമമായ രേഖ ചമച്ചാൽ അതിന് ഇലക്ഷനുമായി കണക്കാക്കേണ്ട കാര്യമില്ല. അത് ഇലക്ഷനിൽ കള്ളവോട്ട് ചെയ്യാനും ഇലക്ഷനിൽ നിയമം അനുവദിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം നടത്താനുമാണ് എന്നുള്ള ഒരു തെളിവുണ്ടെങ്കിൽ പോലീസിന് അടിയന്തരമായിട്ട് നടപടിയെടുക്കാവുന്നതാണ്. കാരണം നമുക്കറിയാലോ, നമ്മളെ അർണേഷ് കുമാർ എല്ലാം കേസ് പ്രകാരം 7 വർഷത്തിൽ കുറവുള്ള ശിക്ഷ ലഭിക്കുന്ന കേസുകൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പണ്ടത്തെ 41A പ്രകാരം നോട്ടീസ് കൊടുത്ത് നടപടികൾ നടത്തേണ്ടത്. ഇത് ജീവപര്യന്തം കിട്ടാത്ത ശിക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നേരിട്ടിട്ട് തന്നെ കേസെടുത്ത് ആളുകളെ ജയിലിൽ കൊണ്ടുപോയി മജിസ്ട്രേറ്റിന് മുമ്പ് കൊണ്ടുപോയി ഹാജരാക്കി നേരെ ജയിലിലേക്ക് അയക്കാൻ വേണ്ടി കഴിയും. ഇത് നമ്മളുടെ ഈ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ ഇല്ല എന്നാണ് എനിക്ക് പറയുന്നത്. ഓക്കെ, നമ്മളുടെ പീപ്പിൾസ് റിപ്പബ്ലിക് ആക്ടിലും അതിൻ്റെ ആക്സിഡൻറ്റ് റൂളിലും മറ്റുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കള്ള പേപ്പർ ഉണ്ടാക്കിയാൽ അത് വേറെയാണ്. പക്ഷെ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. നേരെ ഇപ്പോൾ ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു FIR ഇട്ടിട്ട് അവർക്കെതിരെ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കാവുന്നതാണെന്നാണ് ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. ശരി, അനിൽ അക്കര, അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇനി കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിയത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവരുടെ താല്പര്യം എന്താണെന്ന് നമ്മൾ പല വേദികളിൽ വെച്ച് കണ്ടു കഴിഞ്ഞതുമാണ്. ഇതിനകത്ത് ഇനി എന്തെങ്കിലും സ്റ്റെപ്പ് ചെയ്യാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിനാണെന്ന് നിങ്ങളും കരുതുന്നുണ്ടോ? അത് ഉണ്ടാവുന്നില്ല എന്ന നിരാശ നിങ്ങൾക്കുമുണ്ടോ? ഇത് ഞാൻ 3 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച ഒരാളാണ്. ഇതിനകത്ത് 2 തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ എതിർ കക്ഷിയും 2 കേസുകളിൽ ഞാൻ പരാതിക്കാരനുമായി തെരഞ്ഞെടുപ്പ് കേസ് നടത്തിയ ഒരാളാണ്. ഇതേപോലെ ഒരു ഇൻറ്റൻഷൻ ഉള്ളൊരു കേസെന്ന് പറയുന്നത് 2006 കുന്നംകുളം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബാബു M പാലിശ്ശേരിയുടെ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടും ഇരട്ട ഐഡൻറ്റി കാർഡുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കേസിൽ അന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള കേസുകൾ മുഴുവൻ ക്രിമിനൽ കേസുകളായി എടുക്കണം എന്നതാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് കേസ് ബഹുമാനായ സുനിൽകുമാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അത് തെരഞ്ഞെടുപ്പ് അഴിമതി കേസ് ഹൈക്കോടതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് ആ തെരഞ്ഞെടുപ്പ് കേസുമായി വരുന്നതല്ല. തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി ഇലക്ടറൽ ഓഫീസർമാർ തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയാണ്. ആ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുള്ളത് വ്യാപകമായ ക്രമക്കേടെന്ന് പറയുന്നത് അസത്യവാങ്മൂലവും വ്യാജ താമസിച്ചു എന്നുള്ള രേഖകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ TN പ്രതാപൻ തൃശ്ശൂർ കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് 24 മണിക്കൂറിനകത്ത് തന്നെ കേസെടുക്കാവുന്നതാണ്. അദ്ദേഹം ഇതേവരെ കേസെടുത്തിട്ടില്ല. ഞങ്ങൾ നാളെ 15-ാം തീയതിയാണ്. 16-ാം തീയതിയും അല്ലെങ്കിൽ അടുത്ത 17-ാം തീയതിയോ 18-ാം തീയതി തിങ്കളാഴ്ച ഞങ്ങൾ ഇവിടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. അതിനുശേഷം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഈ കേസിനകത്ത് ഇടപെടും.
ഈ കേസ് പിന്നെ ബഹുമാനായ സുനിൽകുമാർ മുൻ കൃഷി വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇന്നത്തെ സംസ്ഥാന പിന്നെ ഇലക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അവരൊന്നും കേസെടുക്കുകയല്ല, അദ്ദേഹത്തിന് നോട്ടീസ് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം സുരേഷ് ഗോപിയുടെ വിജയം പിന്നെ BJPയേക്കാൾ കൂടുതൽ അനിവാര്യമായൊരു ഗവൺമെൻറ്റാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഞാൻ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അപ്പോൾ അവർ തന്നെ ജയിപ്പിച്ച ഒരു MP-ക്കെതിരായി ഇന്ന് ഉയർന്നു വന്ന ആരോപണം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ മൊത്തം വിഷയങ്ങളിലാണെങ്കിൽ കൂടിയും ഈ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള വിഷയത്തിൽ LDF അങ്ങനെ ഒരു നിലപാടെടുത്തു പോകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമുക്കറിയാം ഇതിൻ്റെ ഇന്ന് MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് കേസ്, ആ കേസ് കോടതി സ്വീകരിക്കാതിരുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. എന്താണ്, MR അജിത് കുമാർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ടൂളാണ്. അപ്പോൾ ആ കേസിൽ പോലും, വിജിലൻസ് കേസിൽ പോലും MR അജിത് കുമാറിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഗവൺമെൻറ് സുരേഷ് ഗോപിക്കും സുരേഷ് ഗോപിയുടെ ചേട്ടനും സുരേഷ് ഗോപിയുടെ അമ്മയ്ക്കും സുരേഷ് ഗോപിയുടെ സഹോദരങ്ങൾക്കുമെതിരായി ഇരട്ടക്കാർഡ് കൈവശം വെച്ചെന്ന് കേസെടുക്കുന്നത് മലയാളത്തിൽ മലയാളികളായ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ ഗവൺമെൻറ്റിൽ നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല, സംസ്ഥാന ഗവൺമെൻറ്റിലും കേന്ദ്ര ഗവൺമെൻറ്റിലും പ്രതീക്ഷയില്ല. ഇലക്ഷൻ കമ്മീഷന്റെ പ്രതീക്ഷ നേരത്തെ തന്നെ നശിച്ചുപോയതാണ്. ഞങ്ങൾ അതിൻ്റെ ഭാഗമായി നിയമപരമായ നടപടി എന്ന രീതിയിൽ തിങ്കളാഴ്ച ഇവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. അതിനുശേഷം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോകും. അതോടൊപ്പം തന്നെ 20,000-ഓളം വരുന്ന ഇതിനകത്ത് 20,000-ഓളം വ്യാജ കാർഡുകൾ പക്ക ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ശേഖരിക്കാനുള്ള നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കേരളത്തിലെ തൃശ്ശൂരിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 20,000-ഓളം ആളുകൾക്കെതിരായി പ്രത്യേകം പരാതികൾ തയ്യാറാക്കും. 20,000-ഓളം പിന്നെ FIR-കൾ തയ്യാറാക്കുന്ന നടപടികളിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ആദ്യത്തെയും അവസാനത്തെയും അല്ല എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ കൂടിയും ഇതിനൊരു അറുതി വരുത്തേണ്ടത് ജനാധിപത്യത്തിന്റെ ആവശ്യമാണ്. രാഹുൽ ഗാന്ധി ഉയർത്തിയ പോരാട്ടത്തിന് പിന്തുണ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ LDF സർക്കാരിനെതിരെ വിമർശനവും ഉണ്ട് താങ്കൾക്ക് തുടക്കത്തിൽ തന്നെ. VS സുനിൽകുമാർ ഇന്നിപ്പോ റവന്യൂ മന്ത്രി പറഞ്ഞത് 2 ID കാർഡുകൾ ഹോൾഡ് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്നാണ്. ക്രിമിനൽ കുറ്റമാണെങ്കിൽ അതിന്മേൽ പോലീസ് നടപടി ഉണ്ടാകണമല്ലോ. അഭിഭാഷകൻ അല്പസമയം മുമ്പ് സംസാരിക്കുമ്പോൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കേസുമായി ഇതിന് ബന്ധമില്ല, ഫോർജറി നടത്തിയാൽ കേസെടുക്കാം, അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനകത്ത് വ്യാജമായ ഇടപെടൽ നടത്താൻ തെറ്റായ രേഖകൾ ഉണ്ടാക്കുക കേസെടുക്കാവുന്ന കാര്യമാണ്. പ്രതിപക്ഷം ആരോപിക്കുന്നു ഞങ്ങൾ പലയിടത്തും കേസ് കൊടുക്കുന്നു, പക്ഷേ നടപടിയൊന്നും ഉണ്ടാവുന്നില്ല എന്നു മാത്രമല്ല ഒരു ഐക്യത്തോടെയും ഉറച്ചതുമായ ശബ്ദം പോലും അപ്പുറത്തുനിന്ന് കേൾക്കുന്നില്ല എന്നൊരു ആക്ഷേപം അവിടെയുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഈ കേസ് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ സുനിൽകുമാർ. ഇവിടെ ഞാൻ എൻ്റെ സുഹൃത്ത് അനിലക്കര പറയുന്നത് കേട്ടു. അദ്ദേഹം പറയുന്ന രീതി ഈ കർണാടകയിൽ കോൺഗ്രസ് പുറത്താക്കിയിട്ടുള്ള സഹകരണ വകുപ്പ് മന്ത്രി പറയുന്നതിന് സമാനമായ കാര്യമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. കാരണം ഞാൻ ഈ പ്രശ്നം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയപ്പോഴാണ്. കാരണം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നമ്മുടെ എല്ലാം പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1.5 വർഷം ഒന്നിച്ചില വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നത് ഇപ്പോൾ കർണാടകയിൽ എത്ര ക്രിമിനൽ കേസുകൾ എടുത്തിട്ടുണ്ടെന്ന ലിസ്റ്റും കൂടി അനിലക്കര പരിശോധിക്കണം. ആ ലിസ്റ്റും കൂടി എടുക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കുക. കർണാടകയിലാണല്ലോ ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടെ എത്ര ക്രിമിനൽ കേസുകൾ കോൺഗ്രസ് ഗവൺമെൻറ് രാഹുൽ ഗാന്ധി പറഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട് എന്നും കൂടി ലിസ്റ്റ് എടുത്താൽ നമുക്കത് പരിശോധിക്കാം. അനിലക്കരോട് എനിക്ക് പറയണം, നമ്മളിപ്പോൾ ഈ ഇടതുപക്ഷത്തിലുള്ള ആളുകൾ ഉന്നയിക്കുന്നതും UDF ഉന്നയിക്കുന്നതും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതിനിടയിൽ ഒരു കുത്ത് LDFനോട് കുത്തിക്കളയാം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സങ്കുചിത മനോഭാവം, രാഷ്ട്രീയ മനോഭാവമല്ല ഈ വിഷയത്തിൽ നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. ആ ഒരു പക്വത നമ്മൾ ഈ ഘട്ടത്തിലെങ്കിലും കാണിക്കണം. അതല്ലെങ്കിൽ നമ്മളെല്ലാം BJPയെ പോലെ തന്നെ ഒരു ചീപ്പ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ആളുകൾ ഇതിനെ കാണും. കാരണം ജനങ്ങൾക്ക് ഇത്രയുമുള്ള ചക്രാത്തി പോരാട്ടങ്ങൾക്കൊന്നും ഈ പറയുന്ന ക്രിമിനൽ കേസ് താങ്കൾക്ക് തന്നെ തുടരാം. കേസെടുക്കാൻ കഴിയില്ല മൗലികമായ ചോദ്യം. നമുക്ക് ഈ എടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ എടുക്കാം. അല്ല ഞാൻ അല്ല അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിലേക്കാണ് നിഷാദ വരുന്നത്. അപ്പോഴേക്ക് ഇടയിൽ കയറല്ലേ ഞാൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം അനിലക്കര പറഞ്ഞ കാര്യത്തിനകത്ത് സാങ്കത്യമില്ല എന്നുള്ളതല്ല. അനിലക്കര പറഞ്ഞ കാര്യത്തിനകത്ത് ഇവിടെ ക്രിമിനൽ കേസ് എടുക്കാനുള്ള സാധ്യതയെ പറ്റിയും കൂടി ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളതിനെപ്പറ്റി കേസ് കൊടുക്കാൻ പോകണം. ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ക്രിമിനൽ കേസ് കൊടുത്തതുപോലെ തന്നെ ഈ ഇടതുപക്ഷ മുന്നണി എന്ന നിലയിൽ അതിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളെന്ന നിലയിലും ഇതിൻ്റെ ക്രിമിനൽ കേസിൻ്റെ സാധ്യതയും കൂടി ഞങ്ങളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ പോലീസിൽ കേസ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, കോടതിയെ സമീപിക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യം. ഇത് 3 തരത്തിലാണ് നമുക്കിത് ഫൈറ്റ് ചെയ്യാൻ. ഒന്ന് രാഷ്ട്രീയമായ BJPയും അവരുടെ സംവിധാനങ്ങളും ചെയ്യുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെതിരായിട്ട് രാഷ്ട്രീയ പോരാട്ടം, അതേസമയം നിയമപരമായ പോരാട്ടം. മറ്റൊന്ന് നമുക്കിതിനായിട്ട് ക്രിമിനൽ കേസ് എടുത്തുകൊണ്ടുള്ള ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ അതിനെ നേരിട്ട് തന്നെ അത് ക്രിമിനൽ കേസ് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം. ഇത് ഒരുമിച്ച് നടത്തേണ്ട കാര്യമാണ്. അക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് കേസെടുക്കേണ്ടതാണെങ്കിൽ എടുത്തേ പറ്റൂ. അത് സംസ്ഥാന ഗവൺമെൻറ് തടയുന്നൊന്നും പറയുന്നൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. അത്തരം തടച്ചിലുകളൊന്നും ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കാനും പോകുന്നില്ല. അങ്ങനെ കേസെടുക്കേണ്ട ഘട്ടത്തിലേക്ക് അത് വരാൻ പോവാണ്. അത് കേസെടുക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു നമ്മുടെ ജനാധിപത്യ നൈതികതയുടെ പ്രശ്നം ഇവിടെ ഉയർന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനമായിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ, അതിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്ന കാര്യത്തിൽ മുതൽ തുടങ്ങിയിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടൽ BJP വന്നതിന് ശേഷം കോടതിയുടെ നടപടികളെപ്പോലും നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് അവർ വരാൻ ശ്രമിക്കുകയും, ഇലക്ഷൻ കമ്മീഷൻ പോലെയുള്ള രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ് ആണല്ലോ രാജ്യം ഭരിക്കുന്നത്. ആ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രക്രിയ നിയന്ത്രിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമായിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ അതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാക്കി BJP മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ഒരു വലിയ കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രക്ഷോഭം പോലെയുള്ള പ്രക്ഷോഭം പോലും ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാക്കി മാറ്റുന്ന ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മളെല്ലാവരും ഒരുപോലെ കാണേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മീഡിയകൾ പോലും അതിൻ്റെ ഗൗരവം ആ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ആ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഓരോ ഘട്ടങ്ങളിലും ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഘട്ടം ഘട്ടമായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഈ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, നമ്മുടെ EVM മെഷീനെ പറ്റി പോലുമുള്ള സംശയങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. രാജ്യവ്യാപകമായി പ്രതിപക്ഷ പാർട്ടികൾ തന്നെ EVM മെഷീനെ പറ്റി സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയും കരഗതമാക്കിയിട്ടുള്ള അവിടുത്തെ ജനത വളരെ മുന്നോട്ട് പോയിട്ടുള്ള രാജ്യങ്ങളിൽ പോലും ഈ പറയുന്ന EVM മെഷീനുകൾക്ക് പകരം പേപ്പർ ബാലറ്റ് ഉപയോഗിച്ച് ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ നിരക്ഷരായിട്ടുള്ള നിരവധി ആളുകൾ ജീവിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങൾ EVMലേക്ക് തന്നെ തിരിച്ചുപോയി വന്നിരിക്കുന്നു എന്നുള്ള ഇതൊരു ആധുനികത നാം സാംശീകരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഈ ടെക്നോളജിയുടെ വികസനത്തെ പറ്റി നാം ഊറ്റം കൊള്ളുമ്പോൾ ടെക്നോളജിയുടെ സാധ്യതകളും അതിന്റെ അപകടങ്ങളും കൂടി നമ്മുടെ മൊത്തം തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് വലിയ അവിശ്വാസം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അതിൽ തന്നെ മത്സരത്തിൽ പങ്കാളികളായ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിശ്വാസത പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് കുറേ ദിവസമായി ഈ വിഷയമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ എടുക്കുന്ന ഒരു പക്ഷപാത സമീപനം പൊതുവെ രാജ്യത്ത് വിസിബിൾ ആണ്. അതിനകത്തൊരു യെസ് ആണ്, ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യണം. പക്ഷേ അവരെടുക്കുന്ന സമീപനം നമ്മൾ കാണുന്നുണ്ട്. സുപ്രീം കോടതിയിൽ പോലും എന്താ നോക്കൂ, ഇപ്പം ബീഹാറിലെ ഇൻറ്റൻസീവ് റിവിഷനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരുമ്പോൾ കോടതി ഒരുതരം ഒരു അനുഭാവത്തിൻ്റെ മുന്നിലെടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം പല വഴികൾ തേടണം. കർണാടകയിൽ രാഹുൽ ഗാന്ധി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അഡ്വക്കേറ്റ് ജനറലിനോട് ഒരു അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ സിദ്ധരാമയ്യ നിർദ്ദേശിച്ചിരിക്കുകയാണ്. നമ്മളിവിടെ അങ്ങനെ എന്ത് ഇനിഷ്യേറ്റീവാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായെന്ന് ചോദിക്കുക ഞാൻ. അല്ല, അങ്ങനെ സർക്കാരിന്റെ ഭാഗത്ത് ഇനീഷ്യേറ്റീവ് വന്നേ മതിയാകൂ. യാതൊരു സംശയമില്ലാത്ത കാര്യമാണെന്ന്. ഞാൻ അതിനെപ്പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതിനിടയിൽ രാഷ്ട്രീയമായി ഇതിനകത്ത് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം ദേശീയ തലത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടൊരു വിഷയത്തിൻ്റെ കേരളത്തിലെ ഒരു പ്രശ്നം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. കാരണം ദേശീയ വിഷയമാണിത്. ആ ദേശീയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ നമ്മുടെ അനുഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടൊരു പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ശക്തമായ രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അത്തരം ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു അന്വേഷണം അല്ലെങ്കിൽ ശക്തമായ നടപടിയിലേക്ക് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അത് എന്തായാലും അത് വരില്ല എന്ന മുൻവിധിയിലേക്ക് വരികയും അത് ഒരു ഘട്ടം കൂടി കടന്ന് ഇത് രണ്ടു കൂട്ടർ ഒരുപോലെയാണെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥ കൾപ്രിറ്റ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിലപാടിലേക്ക് അത് പോകുന്നത് ശരിയല്ല. ഞാനിപ്പോഴും ഈ ഇടതുപക്ഷ ഗവൺമെൻറ് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. നമ്മുടെ ചർച്ച അവിടേക്കല്ല പോകേണ്ടത്. നമ്മൾ ഇനി ഒരുപാട് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. പല മീഡിയകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്തുണ കിട്ടുന്നുണ്ടെന്നും അതിൽ BJP ആണ് അതിന്റെ ബെനിഫിഷ്യറി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ തന്നെയാണ് ഊന്നൽ.
പക്ഷേ സംവിധാനങ്ങളെല്ലാം അതിനെ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ നമുക്ക് വേറെ പ്രതീക്ഷയുടെ അത്താണികൾ എവിടെയൊക്കെ ഉണ്ട്. കേരളത്തിൽ ഭരിക്കുന്നത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഒരു ഹോപ്പുമില്ല. ഇവിടെ പക്ഷേ ഭരിക്കുന്ന ഒരു ലെഫ്റ്റ് ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റ് അതിന്റെ സാധ്യതകളെ എന്തുമാത്രം പ്രയോജനപ്പെടുത്തുന്നു എന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഈ 4-ാം ദിവസമെങ്കിലും ചോദിക്കണ്ടേ CVS സുനിൽകുമാർ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ ഒരു കടത്തിയ വിമർശനം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ താങ്കൾ അവിടെ മത്സരിച്ച ആളാണ്, CPI നേതാവാണ്. നിങ്ങൾ ആഞ്ഞ് വിമർശിക്കുന്നു, നിങ്ങൾ നിരന്തരമായി ക്യാമ്പയിന്റെ ഭാഗമായി നിൽക്കുന്നു. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ, CPI-ന്റെ പ്രധാന നേതാക്കളെ, സംസ്ഥാന നേതാക്കളെ ഇതിനകത്ത് കാണുന്നില്ല. CPI-ന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയും കാണുന്നില്ല. ദേശാഭിമാനിയിൽ നീണ്ട ലേഖനങ്ങൾ കാണുന്നില്ല. ഇതിന്റെ മുന്നണിപ്പടയിൽ നിങ്ങൾ മാത്രമായി നിൽക്കുന്നു എന്ന ഫീൽ പുറത്തു നോക്കുമ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ദേശീയ പ്രശ്നമാണ്, അതിജീവന പ്രശ്നമാണ്, രാഷ്ട്രത്തിന്റെ പ്രശ്നമാണ് എന്ന ഒരു സീരിയസ്നെസ് CPM എടുക്കുന്നതായി തോന്നുന്നില്ല. നിങ്ങൾ വാസ്തവത്തിൽ ഈ ചർച്ച കൊണ്ടുപോകുന്നത് മീഡിയ വൺ ഈ ചർച്ച കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കാനാണെങ്കിൽ ഇനി ചർച്ചയോട് എനിക്ക് വലിയ താല്പര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിതിനെ നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾ പിന്നെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകരുത്. കാരണം എല്ലാം ഒരുപോലെയാണെന്ന് പറയലാണല്ലോ ആടിനെ പട്ടിയാക്കി. ഇപ്പോൾ BJP എടുക്കുന്ന തന്ത്രം എന്താണ്? BJP ചെയ്യുന്നത് എന്താണ്? ഇപ്പോ പിന്നെ റായ്ബറേലിയിൽ ഇരട്ട വോട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ പറയട്ടെ നിഷാദേ, ഞാൻ പറയട്ടെ. നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നിട്ട് സംസാരിക്കൂ. പിന്നെ വയനാട്ടിൽ ഇരട്ട വോട്ടെന്ന് പറയും. എന്തിനാണ് അവർ പറയുന്നത്? എന്തിനാണ് എല്ലാ സ്ഥലത്തും ഇരട്ട വോട്ടെന്ന് പറയുന്നത്? എല്ലാവരും കള്ളന്മാരാണെന്ന് പറയും, എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുന്നത് എന്തിനാണ്? യഥാർത്ഥ കള്ളനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇവർ BJP എടുക്കുന്ന ഒരു തന്ത്രമാണ്. ആ തന്ത്രം എന്താണ്? ആ തന്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആടിനെ പട്ടിയാക്കുന്നത് എങ്ങനെയാ? ലക്ഷണം കാണിച്ചിട്ട് ആടിന് 4 കാലുണ്ട്, എന്താ ശരിയല്ലേ? പട്ടിക്ക് 4 കാലുണ്ട്, ശരിയാണ്. ആടിനും വാലുണ്ട്, പട്ടിക്കും വാലുണ്ട്. ആടിന് 2 ചെവിയുണ്ട്, പട്ടിക്ക് 2 ചെവിയുണ്ട്. അവിടെ എല്ലാ ആടും പട്ടിയാണെന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ ചില ലക്ഷണങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഇതിന് അടിസ്ഥാനപരമായി ഒരുപോലെയാണ് എന്ന് വരുത്തി തീർക്കലല്ല വേണ്ടത്. അപ്പോൾ അതിൻ്റെ പിന്നെ ചില രാഷ്ട്രീയം ഉണ്ടായിരിക്കും. ആ രാഷ്ട്രീയം ഞാൻ തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടുത്തെ പ്രശ്നം അതല്ല. നാം ഒരു പൊതുശത്രുവിനെതിരായി, ഫാസിസത്തിനെതിരായി യുദ്ധമാണ്. ആ യുദ്ധം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഈ വക കാര്യങ്ങൾ വെച്ച് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്നലെ സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇവിടെ വന്ന് പിന്നെ അവർ പരിപാടി പിന്നെ അദ്ദേഹത്തിന് നിലപാട് സ്വീകരിച്ചു. ദേശാഭിമാനിയിലും കൈരളിയും ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇന്നലെ CPM-ന്റെ മാർച്ച് വടക്കുകയും BJP-യുമായി വലിയ സംഘർഷം തൃശ്ശൂരിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് എന്താ ഇവിടെ എന്തോ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ CPI-ക്കാർ മാത്രമാണോ? നേരത്തെ പറഞ്ഞ സുനിൽകുമാർ മാത്രമാണോ ചോദിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ BJP-ക്കാർ CPM-മാർ മാത്രമാണോ? അങ്ങനെയല്ല. ഈ വിഷയത്തിലെല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ ആ രീതിയിലേക്ക് വളച്ചു കൊണ്ടുപോയി ഈ പ്രശ്നത്തിലെ ഗൗരവത്തെ കുറച്ച് കാണിക്കാൻ മീഡിയ വൺ ശ്രമിക്കരുത്. കാരണം ഇപ്പം തന്നെ പല മീഡിയകളും ഈ വിഷയത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നു 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യധാര മീഡിയകൾ പലതും ഇതിൽ പിന്മാറും. അവർക്ക് അവരെങ്ങനെ പറ്റുള്ളൂ. ഈ രീതിയിലേക്ക് നമ്മുടെ മീഡിയകളും അടക്കം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ നാം പരമാവധി ജനങ്ങളെ ഈ കാര്യം എക്സ്പോസ് ചെയ്യിക്കുക എന്നുള്ളതും ഇതിൻ്റെ സത്യസന്ധത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നാളെ ഇവിടെ പിന്നെ അനിലക്കര പറഞ്ഞ പോലെയുള്ള ഹൈക്കോടതി കേസിൽ എൻ്റെ വാദം വിജയിക്കുമെന്ന് എനിക്കറിയില്ല. വിജയിക്കില്ല വേറെ കാര്യം. പരാജയപ്പെട്ടാൽ ഇവിടെ പരാജയപ്പെടുന്നത് കൊണ്ട് മാത്രം ഒരു പ്രശ്നമല്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം ഇതൊരു വലിയ ഗൗരവതരമായൊരു പ്രശ്നമാണ്. ഇവിടെ ഇലക്ഷൻ പരാജയപ്പെട്ടതിൻ്റെ പേരിലുള്ള വിഷയമല്ല. ഇവിടെ നിയമം ലംഘിക്കപ്പെട്ട് ആരാ നിയമം ലംഘിക്കും? ഇവിടെ ഒരു ഇംപാർഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ നടത്തേണ്ട ഉത്തരവാദിത്തം സത്യത്തിൽ ആ ഇലക്ഷൻ പങ്കെടുക്കുന്ന സ്ഥാനാർത്ഥികളെക്കാൾ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ആ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ വേരി തന്നെ വിളതിന്നുന്നു എന്ന് പറയുന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് അത്തരം വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന ഗൗരവതരമായ ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി രാജ്യത്ത് ഉയർത്തിയിരിക്കുന്നത്. ആ ഉയർത്തിയിരിക്കുന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇവിടെ അതിന് സമാനമായ ഒരു സംഗതി, അതായത് എന്താണ്, ഫോം 6 അനുസരിച്ച് വോട്ട് ചേർക്കപ്പെട്ടൊരു വിഷയം ആണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഗൗരവം തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം നാം ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിമിതി ഉണ്ടെങ്കിൽ പോലും അതിന്റെ വിഷയങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയും അതിന്റെ ക്രിമിനൽ സ്വഭാവം എന്താണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റ് ഇടപെടാണ്ടിരിക്കാൻ കഴിയുമോ? നിങ്ങൾ എന്തിനാണ് സംശയിക്കുന്നത്? അപ്പൊ ആ രീതിയിലേക്കുള്ള സംശയം തന്നെ ആദ്യം ഉന്നയിച്ചുകൊണ്ട് ഇതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ടോ ജനങ്ങളുടെ മുമ്പിൽ തീർക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിലുള്ള ചർച്ചയ്ക്ക് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മീഡിയ റൂമിൽ വന്നിരുന്നുകൊണ്ട് സംസാരിക്കുന്നതിന് കാരണം ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ്. അല്ലാതെ CPM എന്തോ കള്ളക്കളി കളിക്കാൻ പോകുന്നു, ഇടതുപക്ഷ മുന്നണി എന്തോ ഇത് BJP സഹായിക്കാൻ പോകുന്നു എന്ന സ്ഥിരം പരിപാടികളാണ് ഈ വിഷയത്തിൽ നിങ്ങൾ ഉന്നയിക്കാൻ പോകുന്നതെങ്കിൽ ഇവിടെ രക്ഷപ്പെടാൻ പോകുന്ന BJPയെ സഹായിക്കലാണ് അതിൻ്റെ അർത്ഥം. BJPയുടെയും അല്ലെങ്കിൽ RSSന്റെയും നയങ്ങളെയും അല്ലെങ്കിൽ പരിപാടികളെയും ആ രീതികളെയും
പിന്നെ പിൻപറ്റിക്കൊണ്ടുള്ള വാദഗതികൾ ഉന്നയിക്കാൻ നാം തീരുമാനിച്ചാൽ ഈ ചർച്ച എവിടെ എത്തുന്നു ഞാൻ വിചാരിക്കുന്നില്ല. BJPക്കും RSSനും വളരെ നല്ല അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കലായിരിക്കും ഈ ചർച്ച. വിയോജിപ്പിന്റെ സാധ്യതകളെ തൽക്കാലം മാറ്റിവെക്കുക എന്ന വിശാല സമീപനം എടുക്കണം എന്നാണ് VS സുനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. യോജിപ്പിന്റെ തലങ്ങളെ പരമാവധി കണ്ടെത്തേണ്ട ഒരു സന്നിഗ്ധ ഘട്ടമാണ് ഇത് എന്ന് ശ്രീ നിസാം സയ്യിദ്. ഇപ്പൊ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. കാരണം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന്റെ സുതാര്യതയിലും വിശ്വാസ്യതയിലുമാണ് ഈ രാജ്യം നിലനിൽക്കുന്നത്. ആ വിശ്വാസ്യത പൊളിഞ്ഞാൽ രാജ്യം എന്ന് പറയുന്ന കെട്ടുറപ്പില്ലാതായി പോയി. പിന്നെ ഒരു പാകിസ്ഥാനോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലെ ഒരു രാജ്യമോ പോലെ ശിഥിലമാക്കപ്പെടാനുള്ള വഴിയിലേക്കുള്ള തുറക്കലാണ് ഈ അവിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യൽ വളരെ പ്രധാനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വോട്ടാണ് നമ്മുടെ പവർ, ഒരു പൗരൻ നിലയ്ക്കുള്ള പവർ. അത് സംശയത്തിലാക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രശ്നമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇവർക്ക് എന്തുമാത്രം മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടെന്ന് ചോദിക്കുകയാണ് നിസാം സയ്യിദിയാൻ. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന്, രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം നിരത്തിവെച്ച വെളിപ്പെടുത്തലിനെ തുടർന്ന് രാജ്യമൊട്ടാകെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് പാർലമെൻറ്റിലെ 300 MP-മാർ ഇലക്ഷൻ കമ്മീഷനിലേക്ക് മാർച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടു. വളരെ സംഘർഷപൂരിതമായിരുന്നെങ്കിലും വളരെ സമാധാനപരമായ ഒരു പ്രക്ഷോഭമായി അതിനെ മാറ്റി ദേശത്തിലെ എല്ലാ ചാനലുകളും, എല്ലാ ഗോദി മീഡിയയുടെ ചാനലുകൾക്കടക്കം അത് വളരെ വിപുലമായി കവർ ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. അതിൻ്റെ പിറ്റേ ദിവസം ഇലക്ഷൻ കമ്മീഷനിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചുണ്ടായിരുന്നു. അതും വളരെ സംഘർഷപൂരിതമായിരുന്നു. ഇപ്പം 17-ാം തീയതി മുതൽ രാഹുൽ ഗാന്ധി ബീഹാറിൽ 14 ദിവസത്തെ പദയാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ ഈ വിഷയം വളരെ സജീവമായി പൊതുജന ശ്രദ്ധയിൽ ഉയർത്തി നിർത്തുക എന്നുള്ളത് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും കർത്തവ്യമാണ്. ആ പ്രതിപക്ഷ കക്ഷികൾ അവരാൽ കഴിയുന്ന രീതിയിൽ അതിന് ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ ഉയർന്ന ആരോപണങ്ങളോട് ഇലക്ഷൻ കമ്മീഷൻ പ്രതികരിച്ചത് വളരെ അത്ഭുതമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. നിഷാദ് പറഞ്ഞതുപോലെ ഇത്തരമൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത നിലനിർത്തുക എന്നുള്ളത്, ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത നിലനിർത്തുക എന്നുള്ളതല്ല, ഇന്ത്യയിൽ നടക്കുന്ന ഇലക്ഷനുകൾ സത്യസന്ധവും നീതിയുക്തവും ആണെന്ന് ഉറപ്പുവരുത്തേണ്ട, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുള്ളത് ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആരോപണം ഉയർന്നാൽ അതിൻ്റെ വസ്തുതകൾ മൂടിവെക്കാനല്ല, വസ്തുതകൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ട് ഇതാണ് സംഭവിച്ചത്, ഇത് സുതാര്യമായി ജനങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വരികയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ വളരെ വിചിത്രമായി, വളരെ വിരുദ്ധമായ സമീപനങ്ങളോടുകൂടി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാഹുൽ ഗാന്ധി ഈ വസ്തുതകൾ ഉന്നയിച്ചുകൊണ്ട് പത്രസമ്മേളനം നടക്കുന്ന അവസ്ഥയിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് തെളിവുകൾ ഉടൻ ഹാജരാക്കണം എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ്റെ നോട്ടീസ് ലഭിക്കുന്നു. അത് സത്യവാങ്മൂലം അടക്കം ആരോപണം എഴുതി നൽകിയാൽ മാത്രമേ ഇതിൽ അന്വേഷണം നടത്തുകയുള്ളൂ എന്നും ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നു. പക്ഷേ അതേസമയം തന്നെ അന്ന് വൈകിട്ട് തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച 2 ആരോപണങ്ങൾ ശരിയല്ല എന്ന്. ഒന്ന്, ഉത്തർപ്രദേശിലെ ചീഫ് ഇലക്ഷൻ ഓഫീസർ പറയുന്നു, ഞങ്ങൾ ഈ ആദിത്യ വർമ്മ തിവാരി എന്ന് പറയുന്നയാൾ ഉത്തർപ്രദേശിൽ വോട്ടില്ല, അദ്ദേഹം ബാംഗ്ലൂരിൽ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം രാഹുൽ ഗാന്ധി എഴുതി നൽകാതെ തന്നെ അവർക്ക് ഉറപ്പുണ്ട് എന്ന് കരുതുന്ന വിഷയങ്ങളിൽ അവർ വിശ്വസിക്കുന്ന വിഷയങ്ങളിൽ അവർ അന്വേഷണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ശകുൻ റാണി എന്ന് പറയുന്ന സ്ത്രീക്ക് 2 വോട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപ്പോൾ 3 വോട്ടുണ്ടെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശകുൻ റാണി ഒരിടത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ ഇലക്ഷൻ കമ്മീഷൻ്റെതായൊരു പ്രസ്താവന വരുന്നു. അതെങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ആ നിഗമനത്തിലേക്ക് എത്തുന്നത്? ഞങ്ങൾ ശകുൻ റാണിയോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. ലോകത്ത് ആരെങ്കിലും നിങ്ങൾ 2 വോട്ട് ചെയ്തോ എന്ന് ഒരാളോട് തന്നെ ചോദിക്കുമോ? അത് ശകുൻ റാണി ആണോ ഈ 2 വോട്ട് ചെയ്തത് എന്ന് പോലും ഉറപ്പില്ല. അപ്പോൾ ശകുൻ റാണിയുടെ പേരിൽ 2 വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഇലക്ഷൻ കമ്മീഷൻ ശകുൻ റാണി ഓരോ വോട്ടേ ചെയ്തിട്ടുള്ളത് ശകുൻ റാണി എന്ന് പറഞ്ഞു എന്ന വിചിത്രമായ ഒരു വാദമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടികളാകെ സംശയത്തിലാണ്. ഇന്നലെ അനുരാഗ് താക്കൂർ ഒരു പത്രസമ്മേളനം നടത്തി. അതിൽ വയനാട്ടിലും റായ്ബറേലിയിലുമൊക്കെ വ്യാപകമായി വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്, വ്യാപകമായി കള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അദ്ദേഹത്തിൻ്റെ ആരോപണം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായും തെറ്റായിരുന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് അടിവരയിടുന്നതാണ്. അതല്ല അതിലെ പ്രധാന പ്രശ്നം. രാഹുൽ ഗാന്ധി ഈ നിഗമനങ്ങളിലേക്ക് എത്തിയത് 6 മാസം 40 പേരടങ്ങി ഒരു സംഘം നടത്തിയ നീണ്ട പരിശോധനകൾക്ക് ശേഷമാണ്.
അത്രയും നീണ്ട പരിശോധനകൾ വേണ്ടി വന്ന് നമുക്കെല്ലാം അറിയാം. ഡിജിറ്റലി മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഡേറ്റ കൊടുക്കുവാൻ ഇലക്ഷൻ കമ്മീഷൻ വിസമ്മതിച്ചു. JPG ഫോർമാറ്റിലുള്ള ഒരു കാരണവശാലും ഒപ്റ്റിക്കൽ റീഡിംഗ് നടത്താൻ കഴിയാത്ത ഡേറ്റയാണ് ഇലക്ഷൻ കമ്മീഷൻ കോൺഗ്രസിന് ലഭ്യമാക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 6 മാസം 40 പേരടങ്ങുന്ന ഒരു ടീം ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ച 5 ദിവസത്തിനകം 6 മണ്ഡലങ്ങളിലെ ക്രമക്കേടുകളെക്കുറിച്ച് BJP പരാതി ഉന്നയിക്കുകയാണ്. അപ്പോൾ ഈ BJPക്ക് എങ്ങനെയാണ് ഈ ഡേറ്റ ലഭിച്ചത്? ഡിജിറ്റലി റീഡബിളായ ഡേറ്റ ലഭിക്കാതെ ഇത്തരം ആരോപണം ഉന്നയിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ BJPക്ക് ഡേറ്റ ലഭിക്കുകയും കോൺഗ്രസ് മറ്റുള്ളവർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന വളരെ സ്ട്രെയിഞ്ചായ ഒരു സിറ്റുവേഷനാണുള്ളത്. അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ BJPയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നീങ്ങുന്നു എന്ന വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ സ്ഥിതിവിശേഷം ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ തകർത്തിരിക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സർക്കാർ ഒരു ഇല്ലെജിറ്റിമേറ്റ് സർക്കാരാണ് എന്നുള്ള ബോധ്യം ഒരു തോന്നൽ വ്യാപകമാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ ലെജിറ്റിമസി നഷ്ടപ്പെടുന്നു, സർക്കാരിൻ്റെ ലെജിറ്റിമസി നഷ്ടപ്പെടുന്നു. ഇത്തരമൊക്കെ ഒരു ഘട്ടത്തിലാണ് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇനി തൃശ്ശൂരിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, തൃശ്ശൂരിൽ സുനിൽകുമാർ അദ്ദേഹത്തിൻ്റെ മുന്നണി മര്യാദകൾ പാലിക്കേണ്ടതുകൊണ്ട് അദ്ദേഹം വലിയ ശുഭാപ്തി വിശ്വാസങ്ങളൊക്കെ പങ്കുവച്ചു. കേരള സർക്കാർ അന്വേഷിക്കും എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നടക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അത് നടക്കാനുള്ള യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അങ്ങനെ ചിന്തിച്ചാൽ നടക്കാനുള്ള യാതൊരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. കാര്യം ഈ 8 ദിവസമായി രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് സംബന്ധമായ ക്രമക്കേടുകളെക്കുറിച്ച് തെളിവ് സഹിതം അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അതിനോട് അനുകൂലമായി പ്രതികരിക്കാത്ത ഒരൊറ്റ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയുള്ളൂ. അത് കേരളത്തിലെ പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ ഇതിനെ എന്തുകൊണ്ട് പ്രതികരിക്കാതിരിക്കുന്നു എന്നുള്ളതിന് VS സുനിൽകുമാർ അദ്ദേഹമാണ് ഈ തൃശ്ശൂരെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ബലിയാട്. തൃശ്ശൂരെ തെരഞ്ഞെടുപ്പിൽ സുനിൽകുമാർ അദ്ദേഹം പരസ്യമായി സമ്മതിച്ചാലുമില്ലെങ്കിലും അദ്ദേഹം മനഃപൂർവ്വമായി തോൽപ്പിക്കപ്പെടുകയായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനുള്ള ഗൂഢാലോചന വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്ന് തന്നെ വേണം നമ്മൾക്ക് വിശ്വസിക്കാൻ. കാരണം നമുക്ക് RSSനെ അറിയാം. RSS 100 കൊല്ലം നീണ്ടു നിന്ന ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി 2020 അപ്പോൾ വലിയ ആസൂത്രണം തൃശ്ശൂരിന്റെ കാര്യത്തിൽ ഉണ്ടായി. അത് വെളിപ്പെട്ട് വരുന്ന ഘട്ടത്തിൽ സംയോജിതമായ പ്രതികരണം എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു. എന്ന് മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയുടെ മൂവ്മെന്റ് പ്രാധാന്യം എന്താണെന്ന് കൂടി അദ്ദേഹം പറയുകയുമാണ്. ഞാൻ ശ്രീ അനിൽ അക്കര, ഇതിനകത്ത് ചെറിയ കാര്യങ്ങളുടെ പേരിലുള്ള വിമർശനം ഉന്നയിക്കാം, വിയോജിപ്പുകൾ രേഖപ്പെടുത്താം. പക്ഷേ ഇത് ഒരുമിച്ചുള്ള പോരാട്ടം അനിവാര്യമാകുന്ന ഒരു അസാധാരണ സന്ദർഭമാണ്. അവിടെ പരസ്പരം കുത്താതെ ഒരുമിച്ച് പതാക പിടിക്കാൻ കഴിയണമെന്നാണ് സുനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, കേസെടുക്കേണ്ടതില്ല എന്ന നിലപാടില്ല. കേസെടുക്കേണ്ടതാണ്. കേസെടുക്കേണ്ട സന്ദർഭത്തിൽ കേസെടുക്കണം. അവരും നിയമ നടപടികളുമായി പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേക താല്പര്യം എന്തോ ലെഫ്റ്റിനുണ്ട് എന്ന മട്ടുണ്ടാക്കി അതിനകത്തൊരു തിരിപ്പുണ്ടാക്കല്ലേ എന്നാണ്. അല്ല, അത് പിന്നെ ഞങ്ങൾ ഈ സംഭവം വന്നതിന് ശേഷം ആദ്യമായി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തത് ശ്രീ TN പ്രതാപനാണ്. അതുപോലെ തന്നെ ശ്രീ KP രാജേന്ദ്രനും പരാതി കൊടുത്തു. ഈ 2 പരാതിയിലും യാതൊരു നടപടിയും സംസ്ഥാനത്ത് ഈ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ എടുത്തില്ല. അപ്പോൾ അതിന് പറയുന്നൊരു കാരണം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസർമാരാണ് എന്നാണ് പറയുന്നത്. ശ്രീ സുനിൽകുമാർ വളരെ കൃത്യമായി പറഞ്ഞു കർണാടകയിലെ വിഷയവുമായി ബന്ധപ്പെട്ട്. കർണാടകയിലെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും വളരെ കൃത്യമായി പറയുകയുണ്ടായി, ഇത് കർണാടകത്തിലെ ഇലക്ഷൻ കമ്മീഷൻ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്, അത് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. കർണാടകത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ അതിൻ്റെ അന്വേഷണത്തിൻ്റെ നടപടികളുമായി പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കർണാടകയിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ട ഒരു കാര്യത്തിൽ ശുപാർശ ചെയ്യേണ്ടത് അവിടുത്തെ ഇലക്ടറൽ ഓഫീസർമാരാണ്. അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ആദ്യ നടപടികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2024 ഏപ്രിൽ മാസം 20-ാം തീയതി അല്ലെങ്കിൽ 24-ാം തീയതിയാണ് ശ്രീ KP രാജേന്ദ്രനും TN പ്രതാപനും പരാതി കൊടുക്കുന്നത്. രേഖാമൂലം പരാതി ആളുകളുടെ പേര് എഴുതി വെച്ച് കൊടുത്തു. ഒരു നടപടിയും ഈ ഗവൺമെൻറ്, ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുണ്ടായില്ല. ഇപ്പോൾ ഈ വിഷയം വന്നതിന് ശേഷം ഞങ്ങൾ കൃത്യമായി 3 തവണ MLAയും 1 തവണ MP-യും ആയ ശ്രീ TN പ്രതാപൻ നേരിട്ട് കൊണ്ടുപോയി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. ഇപ്പം 3-ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. ഒരു മൊഴി പോലും എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ സുനിൽകുമാർ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ക്രിമിനൽ നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നു, അതോടൊപ്പം തന്നെ ഞങ്ങൾ കോടതിയെ സമീപിക്കേണ്ടതായി വരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഞങ്ങൾ ഈ വിഷയം വന്നപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് കൃത്യമായി
അവിടെ മത്സരിച്ച ഈ വിഷയം ഇപ്പോൾ സജീവമായി ഉയർത്തിക്കൊണ്ടുവന്ന ഞങ്ങളെപ്പോലെ തന്നെ, ഞങ്ങൾ മുന്നിലോ പിന്നിലോ ഒന്നും തർക്കത്തിലേക്ക് പോകുന്നില്ല, ഞങ്ങളെപ്പോലെ തന്നെ ഈ വിഷയം കൊണ്ടുവന്ന് വളരെ സജീവമായി മുന്നിട്ട് നിൽക്കുന്ന VS സുനിൽകുമാറിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പൂർണ്ണ പിന്തുണ ഞങ്ങൾ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനകത്തൊരു തർക്കവും ആ കാര്യത്തിലില്ല. ഇവിടുത്തെ റവന്യൂ മിനിസ്റ്ററുടെ ഇടപെടലിനെ കുറിച്ചോ മറ്റു വിഷയങ്ങളെക്കുറിച്ചോ ഞങ്ങളൊന്നും പറയാതിരിക്കുന്നത് ഇതിൻ്റെ ഈ സംഭവം ഭിന്നിച്ചു പോകരുത് എന്ന് കരുതി തന്നെയാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. അടിവരയിട്ട് പറയാൻ സുനിൽകുമാർ നടത്തുന്ന ഈ പോരാട്ടം ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തിന് തുല്യമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഇവിടെ ജയിക്കേണ്ടിയിരുന്ന സ്ഥാനാർത്ഥികളിൽ പിന്നെ ഒരു കാരണവശാലും സുരേഷ് ഗോപി ജയിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു മുന്നണിക്കകത്തെയും ഒരു പാർട്ടി പ്രവർത്തനമാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കേസിൽ പിന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സുരേഷ് ഗോപിയെ അയോഗ്യനാക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാനത് പറയാനുള്ള കാരണം ഞങ്ങളുടെ പരാതി വളരെ കൃത്യമാണ്. ഇരട്ട വോട്ടുകളുമായി ബന്ധപ്പെട്ട പരാതികളേക്കാൾ പ്രധാനമായും സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ കൊല്ലത്തെ ഇരവിപുരത്തെ ഐഡന്റി കാർഡ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഐഡന്റി കാർഡ്, ഈ 2 ഐഡന്റി കാർഡുമായി ബന്ധപ്പെട്ട രേഖകൾ ഞങ്ങൾ പോലീസിന് ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നേരത്തെ അഭിഭാഷകൻ പറഞ്ഞ പോലെ 24 മണിക്കൂർ കഴിഞ്ഞു, 48 മണിക്കൂർ കഴിഞ്ഞു, ഇപ്പോൾ 3-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പരാതിക്കാരൻ സാധാരണ ആൾ മാത്രമാണോ? 3 തവണ നിയമസഭാ അംഗവും ഒരു MP-യുമായ ഒരാളുടെ മൊഴി പോലും എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. സുനിൽകുമാർ എന്താണ് സൂചിപ്പിച്ചത്? ഞങ്ങൾ ക്രിമിനൽ കേസുമായി മുന്നോട്ട് പോകും, അതോടൊപ്പം തന്നെ ഞങ്ങൾ കോടതിയെയും സമീപിക്കേണ്ട സാഹചര്യം വരുന്നു എന്ന് കേരളത്തിൻ്റെ ഒരു മുൻ പിന്നെ കൃഷി വകുപ്പ് മന്ത്രിയും LDF മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ആ സാഹചര്യം ഒക്കെ നിർത്തിക്കൊണ്ട് തന്നെയാണ് അതിന് ഞങ്ങൾ പറയുന്നത് പ്രഷറിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടിയും ഈ ഗവൺമെൻറ് ക്രിമിനൽ കേസ് എടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തന്നെയാണ് പറയുന്നത്. അല്ലാതെ ഇത് VS സുനിൽകുമാർ നടത്തുന്ന പോരാട്ടത്തെയോ അല്ലെങ്കിൽ ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തെയോ ഈ BJPക്കെതിരായുള്ള പോരാട്ടം ഒരുമിച്ച് പോകണം എന്ന് തീരുമാനിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇവിടെ CPM-ന്റെ സമരത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. CPM എന്ത് സമരമാണ് നടത്തിയത്? സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് അവർ മാർച്ച് നടത്തി. ആ മാർച്ച് നടത്തി അതിന് ശേഷമുണ്ടായ വിഷയങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ഈ പോരാട്ടത്തിന് മങ്ങലേൽപ്പിക്കുന്ന രീതിയിലാണ് CPM-ന്റെ സമരം പോയത്. അത് ഒരു ഗുണകരമായ രീതിയിലേക്കായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഞാനിപ്പോൾ വരുന്നത് എന്തിനാണ്? ഈ 14 ജില്ലകളിൽ, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ കള്ളവോട്ടിനെതിരായിട്ടുള്ള പന്തംകൊളുത്തി നൈറ്റ് മാർച്ചുകൾ ഞങ്ങൾ നടത്തുകയാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF-ന്റെ നേതൃത്വത്തിൽ CPM സംസ്ഥാന വ്യാപകമായി എന്തെങ്കിലും സമരങ്ങൾ നടത്തിയിട്ടുണ്ടോ? LDF ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നടത്തിയത്? MA ബേബി ഞങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, സുനിൽകുമാറിന് വേണ്ടിയാണ് സംസാരിച്ചത്. പക്ഷേ ഗവൺമെന്റ് ഈ വിഷയത്തിൽ എടുത്തില്ല എന്നുള്ളത് ഞങ്ങൾ ഇപ്പൊ പറയുന്നത്. ഇത് പോസിറ്റീവായി എടുത്താൽ മതി, ഇത് നെഗറ്റീവായി എടുക്കേണ്ട കാര്യമില്ല. സാധ്യതകൾക്ക് ഒരു ദുർബലത ഉണ്ടാവരുത് എന്നാണ്. ഞാൻ അതിന്റെ മറുപടിയിലേക്കൊന്ന് വരാം. അതിന് മുമ്പ് ഇടവേള എടുക്കുന്നു, വേഗം തിരിച്ചു വരാം. ചർച്ചയിലേക്ക് വീണ്ടും ഞാൻ സുനിൽകുമാറിന്റെ മറുപടിയിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ദീപക് പ്രകാശ് ഇപ്പോൾ ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റ് സംവിധാനങ്ങളൊന്നും ഇടപെടാതെ നിൽക്കുകയും ഇത് വാർത്തകളായി മാത്രം ഒടുങ്ങുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമായി മാത്രം അവസാനിക്കുകയും ചെയ്യുന്നു. ഇതിലാകെയുള്ള അവസാനത്തെ അത്താണി എന്ന് പറഞ്ഞാൽ കോടതിയാണ്. അങ്ങേയറ്റം പോയാൽ സുപ്രീം കോടതി. കോടതിയുടെ ഇടപെടൽ സാധ്യത എന്താണ്? ഇപ്പോൾ SIR തന്നെ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടും കോടതിയിലേക്ക് സ്വാഭാവികമായും കാര്യങ്ങൾ വരാൻ പോവുകയാണ്. ഈ കോടതി എന്തുമാത്രം പ്രതീക്ഷയുടെ ഭാരം വഹിക്കുന്നു എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കാനാവുന്ന ഒരു സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കോടതികളാണ്. അതിൽ സുപ്രീം കോടതി അതിൻ്റെ ഉത്തരവാദിത്വം വളരെ പൂർണ്ണമായ അർത്ഥത്തോടു കൂടി എപ്പോഴും നിർവഹിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഓർഡർ അല്ലെങ്കിൽ ഇന്നലത്തെ ഈ വന്ന ഓർഡറുകൾ നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കാരണം ഇപ്പോൾ ബീഹാറിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ 65 ലക്ഷത്തോളം ആളുകളെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. ഈ പ്രക്രിയയിൽ നിന്നും ഒരു സംസ്ഥാനത്ത് മാത്രം 65ഓളം ലക്ഷം ആളുകളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നു. കാരണം നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമുക്കറിയാം. കുറേ ആൾക്ക് വോട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ഈ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണവും പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഭൂരിഭാഗം ഉണ്ടാവാറില്ല. 40% 50% പലപ്പോഴും ആളുകൾ വോട്ട് ചെയ്യാൻ വരാറുള്ളത്. 60-70 ഒക്കെ ആയാൽ വലിയ ഭാഗ്യമായി. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ പോലും ഇത്രയും ആളുകളെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ പ്രക്രിയക്കെതിരെ നടത്തുന്ന ഏറ്റവും വലിയ കടന്നുകയറ്റം എന്നതിന് ഉപരി വേണ്ടി പറയാൻ കഴിയില്ല. അതുകൊണ്ട് കോടതികൾ തന്നെയാണ് ഇന്നത്തെ ഉത്തരവ് ഞാൻ വായിച്ചു. വളരെ വ്യക്തമായി ഒരു കാര്യം ഇപ്പോൾ നമ്മൾ സത്യത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്.
അതായത് ഒരു കാരണവശാലും ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഒരു മെഷീൻ സെർച്ച് നടത്താൻ കഴിയാത്ത രീതിയിൽ ഉള്ള ഒരു ഡോക്യുമെൻ്റാണ് അപ്ലോഡ് ചെയ്തത് എന്ന പരാതി ഉണ്ടായി. അത് ഇന്ന് കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ വ്യക്തമായി തിരിച്ചറിയാനാകുന്ന രീതിയിലുള്ള ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവർ ആധാർ കാർഡുമായി വന്നാൽ, മുമ്പത്തെ ഉത്തരവിലുണ്ട്, അതുപോലെ ഇലക്ഷൻ ID കാർഡുമായി വന്നാൽ അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാനുള്ള അവിടെ ഉണ്ടാവണമെന്നും കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കോടതികളുടെ ഉത്തരവാദിത്വം വളരെ പൂർണ്ണമായ അർത്ഥത്തിൽ നിറവേറ്റുകയും ജനാധിപത്യ പ്രക്രിയയും ജനാധിപത്യത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളെയും നമ്മുടെ നാട്ടിൽ സംരക്ഷിക്കാൻ ആവശ്യമുള്ള നടപടിയിലേക്ക് പോവുകയാണ്. ഒരു കാര്യം കൂടി പറയുന്നത്, കാരണം നമ്മളിപ്പോൾ ഇന്നോ വന്ന ഒരു ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അടുത്ത ദിവസം ആ ദിവസം തന്നെ പോയി പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് പോലീസ് ഒരു ബേസിക് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ BNSലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊരു ചെറിയ രീതിയിലുള്ള ഒരു 15 ഡേയ്സൊക്കെ ഇതുപോലൊരു പരാതി വന്നാൽ പോലും കോടതി ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അന്വേഷണം നടത്തി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരുമായി ആലോചിച്ച് തന്നെയാണ് ഇതിലൊക്കെ FIR ഇടുന്നതും അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോകാറുള്ളത്. ഇത് തീർച്ചയായും തന്നെ ഇപ്പോൾ നമ്മളുടെ ഇലക്ഷൻ ഇതിൽ പറയുന്നത്, നമ്മളുടെ പാർട്ട് 7 പറയുന്ന ചാപ്റ്റർ 1 പറയുന്നത് കറക്റ്റ് പ്രാക്ടീസാണ്. കറക്റ്റ് പ്രാക്ടീസസിൽ ഈ 2 ID കാർഡ് ഉണ്ടാകുന്ന ക്രിമിനൽ നടപടികളൊന്നും പറയുന്നില്ല. അതിലേക്ക് കോടതികൾ പോകുന്നുമില്ല. കാരണം അതിന് വ്യക്തമായി ഇന്ത്യൻ പീനൽ കോഡിൽ അതിന് വ്യവസ്ഥയുള്ള സ്ഥിതിക്ക് അതിൽ മറ്റൊരു ആക്ടിനെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളില്ല. തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുനിൽകുമാറോ അനിൽ അക്കരയോ അതുപോലുള്ള മറ്റാരെങ്കിലുമോ ഇതുമായി കോടതിയിലേക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ നിർബന്ധമായും ഇതിനെതിരെ കൃത്യമായി തന്നെ നടപടി ഉണ്ടാകുകയും FIR ഉണ്ടാകുകയും ഇതിൽ 467, 468 ഇത് ഫോർജറി അല്ല, ഞാനത് വ്യക്തമായി പറഞ്ഞു. BNS അതിനൊക്കെ സമയമെടുക്കും. പോലീസ് ഇതിന് ഒരു രീതിയിൽ ഒരു അന്വേഷണം നടത്തി അത് DYSPയോ അല്ലെങ്കിൽ സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ചിട്ട് വേണം ഇതിലേക്ക് പോകാൻ. കാരണം ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ടും നമ്മൾ BNS പുതിയ നിയമം വന്നതിന് ശേഷമുള്ള ഒരു മാറ്റമാണ് ഞാൻ ഈ പറയുന്നത്. കുറച്ചൊരു സമയം അതിന് എടുക്കും. നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു തരത്തിലും നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഒരു തെറ്റായ ധാരണയിലേക്ക് പോകേണ്ട കാര്യമില്ല. 100% കേരള പോലീസ് ഇതിൽ ആവശ്യമായ നടപടികൾ എടുക്കുന്നതിനാണ് പങ്കുവയ്ക്കാം. സുനിൽകുമാർ, നേരത്തെ കുറേ വിമർശനങ്ങൾ ഉയർന്നു വന്നു. എന്തുകൊണ്ട് ഇത്ര ഗൗരവതരമായൊരു വിഷയത്തിൽ കേരള മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായില്ല എന്നത്, കേസെടുക്കാനുള്ള വൈകൽ എന്തുകൊണ്ടാണെന്നതുപോലെയുള്ള, അല്ലെങ്കിൽ VS സുനിൽകുമാറിൻ്റെ ഇതിനകത്തുള്ള നിലപാടിനെ പ്രശംസിക്കുമ്പോൾ തന്നെ താങ്കൾക്ക് താങ്കളുടെ ചേരിയിൽ നിന്ന് പൂർണ്ണ പിന്തുണ കിട്ടുന്നില്ല എന്ന വിമർശനത്തിൻ്റെ സമയമായിരിക്കുന്നു എന്നുകൂടി പറയുകയാണ് അനിൽ അക്കര. താങ്കൾക്ക് അതിനകത്ത് മറുപടി ഉണ്ടാവുമല്ലോ. അല്ല നിഷാദേ, അത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത് VS സുനിൽകുമാർ നടന്ന പോരാട്ടമാണെന്ന് വരുത്തി തീർക്കുന്നത് തന്നെ എന്നെ അപഹസിക്കുന്ന തുല്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് VS സുനിൽകുമാർ നടന്ന പോരാട്ടമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണിത് നയിക്കുന്നത്. അല്ല, എനിക്കെന്താ പ്രത്യേക ഐഡന്റിറ്റിയുടെ പേര് നടത്തുന്നതാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏതെങ്കിലും ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ഈ ജനകീയ വിഷയങ്ങൾ ഇങ്ങനെ ഇടപെടാൻ പറ്റുന്ന അനിലക്കർ വിചാരിക്കുന്നുണ്ടോ? അത് കോൺഗ്രസ് നടത്തുന്ന പോലെയൊന്നും ഇടതുപക്ഷം നടക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുണ്ടായ ഉടനെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോടും ഞാൻ പറയട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോടും CPMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് സഖാവ് ചന്ദ്രശേഖരനും CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദനും കൂടി ആലോചിച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രതികരണം ആദ്യം നടത്തിയത്. അന്ന് കോൺഗ്രസ്സുകാരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രശ്നം ഇത് ഉന്നയിച്ച അന്ന് തന്നെ ഈ പ്രതികരണം നടത്തിയ ആളാണ് ഞാൻ. അത് വ്യക്തിപരമായിട്ടല്ല, രാഷ്ട്രീയ ആലോചനയുടെ ഭാഗമായിട്ടാണ്. 8-ാം തീയതി എനിക്കതിന് മറുപടി ഇലക്ഷൻ കമ്മീഷൻ തന്നപ്പോൾ ആ മറുപടി കൊടുത്തതും ഇതേ ആലോചന നടത്തിയതിനു ശേഷമാണ്. അതിനുശേഷം ഇന്നലെ നിങ്ങൾ അതും ഇപ്പോൾ എനിക്ക് വിഷ്വൽ കാണാത്തതുകൊണ്ടാണ്. നേരത്തെ ഈ പിണറായി വിരുദ്ധത എല്ലാ കാര്യത്തിലും കാണിക്കുന്നതിൽ ആളുകളുണ്ട്. എന്ത് വന്നാലും പിണറായിക്കെതിരായി പറയാന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമായി തന്നെ പറയണം. എന്തുകൊണ്ട് പിണറായി വിജയൻ പ്രതികരിച്ചില്ല? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നലെ ഞാൻ ഇലക്ഷൻ കമ്മീഷനെ കാണാൻ പോകുന്നതിന് മുമ്പ് സഖാവ് പിണറായി വിജയനുമായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കൂടിയാലോചന നടത്തി അദ്ദേഹത്തിൻ്റെയും കൂടി നിർദ്ദേശപ്രകാരമാണ് അവിടെ പോയത്. അപ്പൊ നിങ്ങൾ ഈ കാണാത്തതിലെ പല കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി. ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോ വിശ്വവും പാർട്ടിയുടെ
ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഇവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായിരുന്ന സഖാവ് KP രാജേന്ദ്രനും അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടി ജില്ലാ സമ്മേളനങ്ങളായിരുന്നു. അവർ വന്ന് ഇന്ന് തൃശ്ശൂരിൽ ഞങ്ങളിവിടെ ഒരുമിച്ച് പത്രസമ്മേളനം നടത്തി. എന്നിട്ട് പിന്നെ സുനിൽകുമാർ മാത്രം നടന്ന പോരാട്ടം എന്ന് കാണരുത് നിങ്ങൾ ഒരു കാരണവശാലും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിഷയത്തിൽ ഇപ്പൊ പോലീസിന്റെ നടപടി ഇവിടെ വളരെ കർണാടകയിൽ എത്ര കേസെടുത്തു എന്നുള്ള കാര്യം അല്ലക്കര പറഞ്ഞോ? കർണാടകയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഈ കേസിൽ അതിന് കൃത്യമായ സമയത്ത് തന്നെ കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇതിൽ നിയമത്തിൻ്റെതായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിപ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് 3 ദിവസമായല്ലോ പരാതി കൊടുത്തിട്ട് അപ്ലൈക്ക് എടുക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇരട്ടോട്ടുണ്ടെന്ന് പറയുന്ന പിന്നെ ചെന്നിത്തലയ്ക്ക് ഇരട്ടോട്ടെന്ന് പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റൂ, പെട്ടെന്ന് കേസെടുക്കാൻ പറ്റൂ. നിങ്ങൾ ഈ മനസ്സിലാക്കേണ്ട കാര്യം ഈ കാര്യത്തിൽ ആ രീതിയിലേക്ക് കൊണ്ട് 2-3 ദിവസമായി ഇതുവരെ എടുത്തിട്ട്, അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിറകിലാണ്. ഇവിടെ കഴിഞ്ഞ ഇലക്ഷന് ശേഷം ഇപ്പൊ കോൺഗ്രസിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇലക്ഷന് ശേഷം, അതൊക്കെ ഇപ്പൊ നമ്മൾ എടുത്ത് ചർച്ചയാണോ അല്ലക്കരെ? അത് ചർച്ച ചെയ്യുന്ന സമയമാണോ അത്? നമ്മളിവിടെ കാണേണ്ട കാര്യം തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്ന രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കന്മാരോ നടത്തുന്ന ഇടപെടലിനെ പറ്റിയല്ല, തെരഞ്ഞെടുപ്പ് നീതിയുക്തമായി നടപ്പാക്കേണ്ട ഭരണഘടനാ സ്ഥാപനമായിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഈ ഇലക്ഷനുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ഗുരുതരമായ വീഴ്ചകളാണ്. അപ്പൊ ആ വിഷയത്തിൽ നിൽക്കുമ്പോൾ അതിനിടയിൽ പിന്നെ മറ്റു കാര്യങ്ങളെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതാണോ? അത് രാഷ്ട്രീയമായ കാര്യം. ഇത് രാജ്യത്തിന്റെ പരമോന്നതമായ ഒരു ഭരണഘടനാ സ്ഥാപനം പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന ഗുരുതരമായ പ്രശ്നമാണ് ഇവിടെ. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ സബോട്ടേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ BJP എന്ത് ചെയ്യുന്നു? അവർ പറയുന്നു ഇത് എല്ലാവരും നടക്കല്ലേ, ലൈബ്രറി നടക്കുന്നു, അവിടെ പിന്നെ വയനാട്ടിൽ നടക്കുന്നു, ഇപ്പോ കോൺഗ്രസ്സുകാരാണെങ്കിൽ കുറെ ആളുകൾ CPM-നെതിരായി കുറെ ആരോപണം കൊണ്ടുവരുന്നു. അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? എന്താണ് ഫോക്കസ് പോവാണ്. എവിടെ പോകുന്നത്? ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കാര്യം BJP-ക്കാർ മാത്രം നടത്തുന്ന കാര്യമൊന്നുമല്ല, എല്ലാവരും നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ BJP-യെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP-ക്കും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ രക്ഷപ്പെടാൻ പഴുതുണ്ടാക്കി കൊടുക്കരുത് എന്നാണ് എന്റെ ശക്തമായ ആർഗ്യുമെന്റ്. ഇവിടെ ഇലക്ഷൻ കമ്മീഷനെ ഞാൻ ഇന്നലെ പോയി കണ്ടു. ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ പറഞ്ഞ കാര്യം എന്താ? ഇലക്ഷൻ കമ്മീഷൻ പോയി കണ്ടത് അവിടെ മറുപടി കൊടുക്കാനല്ല, ഇലക്ഷൻ കമ്മീഷനോട് ശക്തമായ രീതിയിൽ നിയമപരമായി നിങ്ങൾ ചെയ്ത തെറ്റുകൾ. ഒന്ന്, ഇലക്ഷൻ കമ്മീഷൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി കൊടുത്ത അതേ നോട്ടീസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കൊടുക്കുന്ന സത്യവാങ്മൂലം, ഞാൻ പറഞ്ഞ ആവശ്യം സത്യവാങ്മൂലം ചോദിക്കാൻ നിങ്ങൾക്ക് നിയമപരമായി യാതൊരു ലോക സ്റ്റാൻഡ് ഇല്ല. കാരണം ഫൈനൽ ഇലക്ടറോൾ വന്നു കഴിഞ്ഞാൽ 23(b) പ്രകാരം നോട്ടീസ് കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഒരു അധികാരവുമില്ല. ആ വാള് പ്രയോഗിക്കേണ്ടത് ഇപ്പോഴല്ല. നിങ്ങൾ ചെയ്തിരിക്കുന്നത് തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സുപ്രീം കോടതി വിധിയുണ്ട്, അതായത് സെക്ഷൻ 16, സെക്ഷൻ 17, 18, 19 വകുപ്പ് പ്രകാരം ഒരു ഇലക്ടറോളിൽ പേര് ചേർക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു തരം നടപടികളും നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള തെളിവുകൾ കൊടുത്തു കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം, ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ നീതിയുക്തമായി തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി അത് പിന്നെ ഓർഡിനറി റെസിഡൻസ് എന്ന നിലയിൽ ഒരു വോട്ടർ ചേർക്കുമ്പോൾ സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്താണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്? ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുമ്പോൾ അത് അവിടേക്ക് ഇടയ്ക്കിടെ വന്നു പോകുന്ന ആളുകളെ വെച്ചുകൊണ്ട് എടുക്കേണ്ടതല്ല, കൃത്യമായ രീതിയിൽ അവിടെ താമസക്കാരാണെന്ന് ഉത്തമ ബോധ്യം വരുന്നവരെ മാത്രം ചേർക്കേണ്ടതാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും 2024 ഇലക്ഷനിൽ BJP-യുടെ മെമ്പർഷിപ്പ് മിസ് കോൾ അടിച്ച് ചേർക്കുന്നത് പോലെ ഇവിടെ വോട്ട് ചേർക്കാൻ വേണ്ടി അവസരം കൊടുത്തത് BJP-യുടെ ഇതുപോലെയുള്ള മാനിപ്പുലേഷന് ലൂപ്പ് ഹോൾ ഉണ്ടാക്കാനാണ് എന്ന പച്ചയായ സത്യം ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ 24 പോയിന്റുള്ള നോട്ടീസിന് മറുപടി കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഓത്തിൽ ഒപ്പുവെച്ച് കൊടുക്കാനല്ല ചെയ്തിരിക്കുന്നത്. ആ ഓത്തിൽ ഒപ്പുവെച്ച് കൊടുക്കാനുള്ള പരിപാടി നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി, അത് ഇവിടെ എടുക്കേണ്ടതല്ല എന്ന് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത്. അത്തരമൊരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിപരമല്ലാതെ രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അറിവോടുകൂടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അറിവോടുകൂടി
നടത്തുന്ന പരിപാടിയാണ്. അതിനെ നിങ്ങൾ ദയവായി ശരി, ശരി. അതിനെ ഭിന്നിപ്പിന്റെ സ്വരം ഉണ്ടാക്കരുത് എന്നാണ് ശ്രീ അനിൽ അക്കര. ഇപ്പോ ഈ BJP-യുടെ വിജയവുമായി ബന്ധപ്പെട്ട് LDF-ന് പ്രത്യേക താല്പര്യമുണ്ട്. BJP-യുടെ എതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഈ ഡൗൺ പ്ലേ ചെയ്യാൻ LDF-ന് പ്രത്യേക താല്പര്യമുണ്ടെന്ന് പറയാൻ ശ്രമിച്ച ഒരു കാര്യമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം നിങ്ങൾക്ക് മതിയായ സമയം ഉണ്ടായിരുന്നു, എന്നിട്ട് കൂടി നിങ്ങൾ ആ സമയം പ്രയോജനപ്പെടുത്തിയില്ല. ഇപ്പോൾ ഈ വിവാദമെല്ലാം ഉയർന്നു വന്ന ഘട്ടത്തിലാണ് നിങ്ങളും ഇതിലേക്ക് പ്രവേശിച്ചിട്ടുള്ളതെന്ന് കാണാം. അന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ തോറ്റുപോയ വോട്ടിനെ കുറിച്ച്, മുരളീധരൻ പറഞ്ഞ നിങ്ങളുടെ പാർട്ടിയിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഇതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റത് മുമ്പ് നിങ്ങളും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കും ആവേശമുണ്ടാവാൻ ഒരു പ്രത്യേക സന്ദർഭം വേണ്ടി വന്നു. അല്ല, ഞാനിത് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളൊന്നും ഞാൻ ചർച്ച ചെയ്തില്ല. തൃശ്ശൂർ പൂരമായ വിഷയമാണെങ്കിലും ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ കമ്മീഷനുമായി അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു. ശ്രീ KP രാജേന്ദ്രൻ ഇത് സംബന്ധിച്ചൊരു പരാതി കൊടുത്തിരുന്നു. ശ്രീ TN പ്രതാപൻ ഇതുമായി സംബന്ധിച്ചൊരു പരാതി കൊടുത്തിരുന്നു. ഈ 2 പരാതിയും KP രാജേന്ദ്രൻ ഇലക്ഷൻ കമ്മിറ്റിയുടെ ശ്രീ സുനിൽകുമാറിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായിരുന്നു. TN പ്രതാപൻ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ഈ 2 പരാതിയും ഇവിടെ സംസ്ഥാനത്തെ ഇലക്ടറൽ ഓഫീസർ അല്ലെങ്കിൽ റിട്ടേൺ ഓഫീസർമാരുടെ കയ്യിൽ കിട്ടി. യാതൊരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ചെയ്യാതിരുന്ന സംസ്ഥാന ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും യാതൊരു നടപടിയും അന്നുണ്ടായില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിനെ മൂടി വെച്ചിട്ട് കാര്യമില്ല. DS സുനിൽകുമാർ പറയുന്ന കാര്യം കൃത്യമാകാം. അദ്ദേഹത്തിൻ്റെ മുന്നണിയിൽ നിന്നും അത്തരത്തിലുള്ള പിന്തുണ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാനല്ല ഒരു ഘട്ടത്തിലും ആഗ്രഹിച്ചത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാര്യം പറയട്ടെ. അല്ല, താങ്കൾ നേരത്തെ സംസാരിച്ച പോയിന്റ് മുഴുവൻ ഞാൻ കേട്ടു. അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ വെച്ച കാര്യങ്ങളെല്ലാം മുഴുവൻ കേട്ടതാണ്. ഇത് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് സംസ്ഥാന ഗവൺമെന്റ് കീഴിൽ ഉദ്യോഗസ്ഥന്മാരെന്ന് എങ്ങനെ പറയാൻ പറ്റുക? അല്ല, ഞാൻ പറയട്ടെ, ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരൊക്കെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലാണ്. അല്ല, അങ്ങനെ അതിലൊരു ഞാൻ പറഞ്ഞല്ലോ, അതിനൊരു തർക്കം ഈ കാര്യത്തിലില്ല. അല്ല, ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ എന്ന്. ഞാൻ സുനിലേട്ടൻ സംസാരിക്കുമ്പോൾ ഞാൻ നിശബ്ദനായിരുന്ന ആളാണ്. KP രാജേന്ദ്രൻ നൽകിയ പെറ്റീഷനിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ശ്രീ TN പ്രതാപൻ നൽകിയ പരാതിയിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അങ്ങനെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ആ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പിന്നീട് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ശ്രീ VS സുനിൽകുമാറിന് ഇലക്ഷൻ പെറ്റീഷനായി പോകേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? അപ്പം ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്. ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റാണ്. ഗവൺമെന്റ് ചെയ്യാതിരിക്കുമ്പോൾ ഞങ്ങൾ വിമർശിക്കും. അത് ഈ BJP-ക്കെതിരായി ഞാൻ വ്യക്തിപരമാണല്ലോ പറഞ്ഞത്. ഞാൻ എന്റെ സമയം ഒന്ന് അവസാനിക്കുന്നുണ്ട്. നിസാം സയ്യിദ് രാജ്യമൊട്ടാകെ ഇതിനെ ഒരു മൂവ്മെന്റാക്കി ഉയർത്തിക്കൊണ്ട് വരിക എന്ന ഉത്തരവാദിത്തമാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളുടെ മുമ്പിലുള്ളത്. അതിലേക്ക് അവർ ശരിയാവണ്ണം പ്രവേശിച്ചു ഞാൻ ആവർത്തിക്കുകയാണ്. മാത്രമല്ല, അതിലവരുടെ പരിമിതി എന്താണ്? പരമാവധി ജനങ്ങളിലേക്ക് വോട്ടേഴ്സിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തം. ഇല്ല, കട്ടായിട്ടില്ല സുനിൽകുമാർ. താങ്കൾ പറഞ്ഞത് മുഴുവൻ കേട്ടതിന് ശേഷമാണ് ഞാൻ വീണ്ടും വിളിക്കായിരുന്നു. ഒരു ഭാഗം പോലും കട്ട് ചെയ്തിട്ടില്ല. ഞാൻ നിസാം സയ്യിദിനെ ഒരിക്കൽ കൂടി പോകട്ടെ, ഒരു തവണ അദ്ദേഹത്തിലേക്ക് പോകും. അതിനകത്ത് വേഗം പൂർത്തിയാക്കും, ഒരു 20 സെക്കൻഡ്. ഒറ്റ കാര്യം മാത്രം ഞാൻ അനിലക്കരോട് ചോദിക്കുന്നു. നിങ്ങൾ ഈ 5 ദിവസമായിട്ട് 1000 ആളെ വെച്ചൊരു പരിപാടി കോൺഗ്രസ് തൃശ്ശൂരിൽ നടത്തിയോ? 1000 ആളെ വെച്ചൊരു പരിപാടി നിങ്ങൾ നടത്തിയോ തൃശ്ശൂർ? ഇപ്പൊ നടക്കുന്ന പരിപാടി പാർട്ടി ഈ തൃശ്ശൂരിൽ നിങ്ങൾ വിചാരിച്ചത് 5000 പേരെ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്ത് സമരം നടത്തിയിരിക്കുന്നത്? തന്റെ പാർട്ടിയാ നിങ്ങൾ. ശരി, അത് വേറെ കാര്യം. സുപ്രീം കോടതിയിൽ വലിയ പ്രതീക്ഷ വെച്ചിരിക്കുന്നു. ഇപ്പോൾ കോടതികളിൽ വലിയ പ്രതീക്ഷ വെച്ചിരിക്കുന്നു, സുപ്രീം കോടതിയിൽ വലിയ പ്രതീക്ഷ വെച്ചിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ. ഒപ്പം തന്നെ ജനകീയമായ ഇടപെടൽ നടത്താൻ അവർ ആഗ്രഹിക്കുന്നു. അവരുടെ പ്രവർത്തന വഴി എന്തുമാത്രം പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് താങ്കൾക്ക്? കേട്ടില്ല, എന്നോടാണോ ചോദ്യം? യെസ്. ഹലോ, ഞാൻ ചോദ്യം കേട്ടില്ല. അവരുടെ തർക്കം കാരണം എനിക്കൊന്നും കേൾക്കാൻ. ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷം ഇപ്പോൾ എടുക്കുന്ന ഒരു പൊസിഷനിൽ അവർ ഒരു കോടതിയിലും വലിയ പ്രതീക്ഷ വയ്ക്കുകയാണ്. അപ്പോൾ അതൊരു എന്താ ശുഭാപ്തി വിശ്വാസത്തോടെ അവർക്ക് നിലകൊള്ളാൻ കഴിയുന്ന ഒരു പാത്താണ് ചോദിക്കുകയാണത്. കോടതി നീതി ഇതിൽ സാധ്യമാക്കും എന്നതിൽ അവർക്ക് കോൺഫിഡൻസിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുമോ?
ഈ പ്രശ്നം തീർച്ചയായും രാഷ്ട്രീയ പ്രശ്നമാണ്, നിയമപ്രശ്നം എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് ജനങ്ങളുടെ കോടതിയിൽ തന്നെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടേണ്ട വിഷയമാണ്. അതിനുള്ള പ്രചരണങ്ങളായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ ഇത് കോടതിയിൽ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന് പറയുന്നത് പോലെ തന്നെ കോടതിയിൽ ഇതിനെ സമീപിച്ചേക്കാം. പക്ഷേ കോടതിയേക്കാൾ കൂടുതൽ നിയമപരമായി നേരിടേണ്ടതാണ്. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞോട്ടെ, ഈ തൃശ്ശൂരിലെ ഈ ക്രമക്കേടുകൾക്ക് കാരണമായത് തൃശ്ശൂരിൽ ആരായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ? തൃശ്ശൂരിലെ റിട്ടേണിംഗ് ഓഫീസറുടെ ഇപ്പോഴത്തെ ജോലി എന്താണ്? തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരാതി കൊടുത്തിരുന്നതായി ഇവിടെ ആളുകൾ പറഞ്ഞു. ഡ്രാഫ്റ്റ് കരട് വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത പേരുകൾ ഫൈനൽ വോട്ടർ പട്ടികയിൽ വന്നപ്പോൾ പേര് പറഞ്ഞു. പക്ഷേ തൃശ്ശൂര് അന്ന് റിട്ടേണിംഗ് ഓഫീസർ ആയിരുന്നയാൾ ഇന്ന് ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയുടെ ഓഫീസറോട് സ്പെഷ്യൽ ഡ്യൂട്ടിയാണ്. ആ ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ എന്ന് പറയുന്നത് BJPക്കും തെലുങ്ക് ദേശത്തിനും ഇടയ്ക്ക് പാലമായി വർത്തിച്ചയാളാണ്. അങ്ങനെ അന്ന് തന്നെ BJPയുമായി അടുത്ത് ബന്ധമുണ്ടായിരുന്നു സ്വാഭാവികമായി സംശയിക്കാമായിരുന്ന ഒരാൾ 2023 എങ്ങനെ തൃശ്ശൂർ കളക്ടറായി വന്നു? നമുക്കറിയാം 2019 സുരേഷ് ഗോപി പരാജയപ്പെട്ട് അന്ന് മുതൽ തന്നെ സുരേഷ് ഗോപി 2024 തൃശ്ശൂരിൽ മത്സരിക്കും എന്നുള്ള ഉറപ്പായിരുന്നു. അതിനു വേണ്ട ഗ്രൗണ്ട് വർക്ക് നടത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ആരാണ് എന്ന് ഈ രണ്ട് പാർട്ടികളും അന്വേഷിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, അന്വേഷിക്കട്ടെ. ഇതിന്റെ വിശാലമായ ആസൂത്രണത്തിന്റെ ചരടുകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സുനിൽകുമാർ, ശ്രീ അനിൽ അക്കര, ശ്രീ നിസാം സയ്യിദ്, ഒപ്പം ദീപക് പ്രകാശ്. ഇവിടെ വിളകും.